ഹലോ മൈ കുട്ടി ബേക്കേഴ്സ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. ഇത് നമുക്ക് റെഫറൻസ് പിക്ക് കിട്ടിയതാണ്. ആദ്യം നമുക്ക് കേക്ക് സെറ്റായിട്ട് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് ക്രീം സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കണം. ക്രീം നന്നായിട്ട് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ ഫ്രണ്ടിൽ വാളിൽ ചെയ്യുന്ന ഡിസൈൻസ് വലിയ വൃത്തികേടില്ലാതെ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. കേക്കിൻ്റെ കവർ ചെയ്തേക്കുന്ന കളർ ഞാൻ സ്കിൻ ടോൺ പ്ലസ് പിഞ്ച് യെല്ലോ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. യെല്ലോ എടുക്കുമ്പോൾ ഒട്ടും കൂടി പോകാൻ പാടില്ല, ഒരു ഡോട്ട് എടുക്കാവുള്ളൂ. ഇനി വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പൈപ്പ് ബാഗ് വെച്ച് വരച്ചു കൊടുക്കുന്നതാണ്. വരച്ചു കൊടുക്കുന്നതിന് ഇടയ്ക്ക് മേക്കോന്നൊക്കെ ആയി പോകുന്നുണ്ട്. അത് ഡിസൈനായിട്ടങ്ങ് കൂട്ടിയാൽ മതി. നമ്മൾ എവിടെ പാളി പോകുന്നു അവിടെ വെച്ച് അതിനെ ഡിസൈനാക്കി എടുക്കുക. പിന്നെ പൈപ്പ് ബാഗ് കട്ട് ചെയ്യുമ്പം ചെറുതായിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. ഒത്തിരി വലുതായി കഴിഞ്ഞാൽ വലിയ സ്റ്റെമ്മായി പോകും. ഇതൊക്കെ ചെയ്യുമ്പം കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് തലേദിവസം തന്നെ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഈ സൈഡിലത്തെ വർക്ക് ചെയ്താൽ മതി. ഈ ഫ്ലവേഴ്സൊക്കെ പൈപ്പ് ബാഗിൻ്റെ എഡ്ജ് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. എഡ്ജ് നൈസായിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ കേക്കിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ. ഇത് ഓറഞ്ച് കളറും പിന്നെ ചെയ്യുന്നത് ഒരു യെല്ലോ കളറുമാണ്. ഇത് പർപ്പിൾ കളറാണ്. അല്ലെങ്കിൽ ബ്ലൂ പ്ലസ് റെഡ് അല്ലെങ്കിൽ പിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം ഈ കളർ കിട്ടും. ഇതിൻ്റെ നോസിലിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കേക്കിൻ്റെ ഫ്രണ്ട് വാളിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ ക്രീം നന്നായിട്ട് സെറ്റായിരിക്കണം. ക്രീം ലൂസാകാൻ പാടില്ല. ഇനി ലൂസാകാൻ തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം നമ്മൾ ഈ ഡിസൈൻ ചെയ്യാവുള്ളൂ. ഇത് 1 kg വാനില കേക്കാണ്, വൈറ്റ് ഫോറസ്റ്റ്. 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തത്. 4 ലെയർ ഉണ്ടായിരുന്നു. ഹൈറ്റ് ഏകദേശം ഒരു 5 ഇഞ്ച് ഇല്ലായിരുന്നു, 5 ഇഞ്ചിൻ്റെ തൊട്ട് താഴെയായിരുന്നു. കറക്റ്റ് അറിയില്ല, ഒരു 4-നും ഒരു 5-നും ഇടയിൽ. നമ്മുടെ ക്ലയൻറ്റ്സ് നമുക്ക് റെഫറൻസ് പിക്ക് തരുമ്പോൾ തന്നെ നമ്മൾ അവരോട് പറയണം, ഇത് വേറെ ആൾ ചെയ്തതല്ലേ, ഞങ്ങൾ ചെയ്യുമ്പം ഇതുപോലെ എക്സാക്റ്റ് സെയിം കിട്ടാൻ ചാൻസ് കുറവാണ്, എന്നാലും കഴിവിൻ്റെ മാക്സിമം പക്ഷേ ഡിറ്റോ പ്രതീക്ഷിക്കരുത് എന്ന് നമ്മൾ ആദ്യമേ പ്രത്യേകം പറഞ്ഞിരിക്കണം. നമ്മൾ ചെയ്ത ഒരു ഡിസൈൻ തന്നെ ആണെങ്കിലും നമ്മളത് വീണ്ടും ചെയ്യുമ്പം എക്സാക്റ്റ് സെയിം ആവത്തില്ല. എനിക്കാകാറില്ല, നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. എന്നെക്കൊണ്ട് വീണ്ടും അത് ചെയ്യുമ്പം ഒരുപോലെ ഡിറ്റോ ആയിട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റാറില്ല. അപ്പം നമ്മൾ ക്ലയൻസിൻ്റെ അടുത്ത് ആദ്യമേ അത് ഇൻഫോം ചെയ്തിരിക്കണം. അപ്പം നമുക്കും ടെൻഷൻ വളരെ കുറവായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ലൈറ്റ് ഇട്ട് എഫക്റ്റ് കൊടുത്തത് എൻ്റെ കെട്ടിയവനാണ് കേട്ടോ. ഈ നെയിം ഞാൻ എഴുതിയതും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ്. നമ്മളധികം വെപ്രാളമൊന്നും പിടിക്കാതെ ശാന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർക്കും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നിമിഷത്തേക്ക് വെച്ച് കഴിയുമ്പോൾ ആണ് നമുക്ക് ധൃതി കൂടുന്നത്. പിന്നെ കൈയും കാലുമൊക്കെ വരയ്ക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ശരിയാവില്ല. പ്രത്യേകിച്ച് റൈറ്റിംഗ് ഒക്കെ സമയം പോയി എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ എഴുതാനുള്ളതൊക്കെ എഴുതി തീർക്കും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും കൈ വിറയ്ക്കും. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. കേക്കും ഡിസൈനും നമ്മുടെ ക്ലയൻറ്റിന് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. റെഫറൻസ് പിക്ക് തന്നതുപോലെ തന്നെയാണ് കേക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് റെഫറൻസ് പിക്ക് തന്നതുപോലെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞപ്പം ഇവിടെ ഒരാൾ പെറ്റൽസിൻ്റെ എണ്ണമൊക്കെ എടുക്കുന്നുണ്ട്. ആരും മൈൻഡ് ചെയ്യണ്ട. അപ്പം നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമായോ അല്ലേ എന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.